സോ ഒരു ചുമട് പടം ഇന്ന് ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്. ആദ്യത്തേത് ദുരന്തർ 2 ദ റിവഞ്ച്. അൺകട്ട് വേർഷൻ അല്ലെങ്കിൽ അൺസെൻസേർഡ് വേർഷൻ ആണ് ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമായിണ്ടാവും. എന്നാ സന്തോഷിക്കാൻ വരട്ടെ. നെറ്റ്ഫ്ലിക്സിൽ ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ജൂൺ 4-നോ 5-നോ എന്തോ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. IPL ഒക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഇറക്കാൻ പറഞ്ഞിട്ടായിരിക്കും. ഇതൊക്കെ ഭയങ്കര സ്വഭാവമാണ്. സോ ദുരന്തർ 2 ദ റിവഞ്ച് അൺകട്ട് വേർഷൻ സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ് ഔട്ട്സൈഡ് ഇന്ത്യ. കുഞ്ചാക്കോ ബോബൻ. സോ അണ്ണന്റെ ഒരു വിഷു സ്പെഷ്യൽ ആയിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത ഒരു ഗുണ്ട് ഇപ്പൊ ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ദിലീഷ് പോത്തൻ, കുഞ്ചാക്കോ ബോബൻ, ചിദംബരം, അംബാൻ ഇവരൊക്കെ അഭിനയിച്ച പടമാണ് സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ക്യാമ്പസ് എന്റർടൈനേഴ്സ് ഒക്കെ ഇഷ്ടമാണോ? എന്നാൽ നമ്മുടെ ഗിരിയേട്ടൻ സാഗസൂര്യയുടെ ഒരു ക്യാമ്പസ് എന്റർടൈനർ വന്നിട്ടുണ്ട്, ഡെർബി, സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. തിയേറ്ററിൽ അത്ര വലിയ ഹിറ്റ് ആയോ ഇല്ലയെന്നും അറിയില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയത് പോലും അറിഞ്ഞിട്ടില്ല. സോ ഡെർബി സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. തമിഴിൽ നിന്ന് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇപ്പൊ ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്. പാർട്ട് 2 ആണ്. പാർട്ട് 1-ന് അത്യാവശ്യം പീപ്പിൾ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാളിദാസ് ഭരത്തിന്റെ പടം. ഇപ്പൊ പാർട്ട് 2 കാളിദാസ് 2 എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ആമസോണിലുണ്ട്, ആഹയിലുണ്ട്, സൺനെക്സ്റ്റിലുണ്ട്. സെക്കൻഡ് പാർട്ട് ഞാൻ കണ്ടതാണ്. ഒരു അവിഞ്ഞ പടം, 10 പൈസക്ക് കൊള്ളാത്തൊരു വേസ്റ്റ് സാധനമായിട്ടാണ് തോന്നി. ഫസ്റ്റ് പാർട്ട് എനിക്ക് ഇഷ്ടമായതാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. സോ വേണ്ടവർ കണ്ടുവെക്കുക. കാളിദാസ് 2 സ്ട്രീമിംഗ് ഓൺ പ്രൈം, സൺനെക്സ്റ്റ് ആൻഡ് ആഹ. മഞ്ജു വാര്യർ, ആര്യ ഇവരൊക്കെ അഭിനയിച്ച ഒരു സ്പൈ ത്രില്ലർ ഇപ്പൊ ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്. തമിഴില് ദുരന്തർ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങിയ സമയത്ത് സുരേന്ദർ ആയിപ്പോയി. മിസ്റ്റർ എക്സ് ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സോ ഈ സ്പൈ ത്രില്ലർ ഒക്കെ ഇഷ്ടമുള്ളവര് കണ്ടു നോക്കുക. ഈ സിനിമയുടെ ഡയറക്ടറിന്റെ തോന്നുന്നു അടുത്തൊരു പടം ചിയാൻ വിക്രമിന്റെ ഒപ്പമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അറിയില്ല, റൂമേഴ്സ് ആയിരിക്കും ചിലപ്പോൾ. സോ മിസ്റ്റർ എക്സ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. സോ അടുത്തത് വന്നിട്ട് ഒരു സീരീസ് ആണ്. സീരീസിന്റെ പേര് എക്സാം. ഈ മറ്റൊരു സോഷ്യോ ത്രില്ലർ ആണ്. നമ്മുടെ തുഷാര വിജയൻ ആള് മെയിൻ ലീഡായിട്ട് അഭിനയിച്ചാണ്. 7 എപ്പിസോഡിന്റെ സീരീസ് ആണ്. ദിസ് സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. അതിഥി ബാലനും ഈ സീരീസിന്റെ ഒരു പാർട്ടാണ്. സോ വേണ്ടവർ കണ്ടുനോക്കുക. സീരീസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആയിരിക്കും. സെയ്ഫ് അലി ഖാന്റെ ഒരു ക്രൈം ത്രില്ലർ ഇന്ന് ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട്, കർത്തവ്യ. ഏകദേശം 1 മണിക്കൂർ 50 മിനിറ്റ് ഒക്കെ ഉള്ള സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. മലയാളം അവൈലബിൾ അല്ല, തമിഴും തെലുങ്കൊക്കെ അവൈലബിൾ ആണ്. സോ ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് ഔട്ട്. സോ തമിഴിൽ നിന്ന് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ ഇപ്പൊ ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്, കൊലൈ സേവൽ. ഈ ഹാർട്ട് ബീറ്റ് സീരീസ് കണ്ടവർക്ക് അറിയാം. റീന പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കൊച്ചില്, ആ കൊച്ചാണ് ഈ സിനിമയിൽ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ ലീഡായിട്ട് കലയരസൻ. സോ ഈ സിനിമ C5-ൽ അവൈലബിൾ ആണ്. സോ വേണ്ടവര് കണ്ടു നോക്കുക. റിസോർട്ട് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ആ സീരീസിന്റെ അടുത്ത 4 എപ്പിസോഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ടോട്ടൽ 40 എപ്പിസോഡ് ആയിട്ടുണ്ട്. 40 എണ്ണം ക്വാളിറ്റി സാധനമാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ എല്ലാ വെള്ളിയാഴ്ചയും ഇതിന്റെ 4 എപ്പിസോഡ് വരും. വ്യാഴാഴ്ച അതേപോലെ 4 എപ്പിസോഡുള്ള വേറൊരു സീരീസ് ഉണ്ട്, LBW. 1080 എപ്പിസോഡായിപ്പോ അതും ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ അവസാനം വന്നൊരു 4 എപ്പിസോഡ് ദാറ്റ് വാസ് നൈസ്. ഇത് ക്രിക്കറ്റ് ബേസ്ഡ് ഒരു സീരീസ് ആണ്. പക്ഷെ ക്രിക്കറ്റിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലവ്, പ്രേമം അതിനൊക്കെയാണ്. സോ കുറെ എപ്പിസോഡ് ക്രിഞ്ച് വളുപ്പ് സാധനമാണെങ്കിലും ചിലതൊക്കെ അടിപൊളിയാണ്. വിക്രാന്തിന്റെ സീരീസ് ആണ്. സോ LBW സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. സോ വീക്കെൻഡ് ഒക്കെയാണ്, കുറെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും സിനിമയൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിരിക്കുക. ടേക്ക് കെയർ.